hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. മനസ്സിലേ, അവസാനം പേളിമാണിയുടെ മാപ്പ് വന്നിട്ടുണ്ടാകും. പേളിമാണിക്ക് മാപ്പ് പറയാല്ലാതെ വേറെ വഴിയില്ല. 5.7 മില്യൺ എങ്ങാണ്ടല്ലേ, ലക്ഷം മില്യണോ എങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് പേളിമാണി എന്ന് പറയുന്ന ആ ഒരു അവതാരകയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇത് കണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഫോളോവേഴ്സും നിങ്ങൾ വാച്ചവറാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പേളിമാണി ഇപ്പോഴത്തെ ഒരു മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചു മുമ്പ് പറഞ്ഞത് കാവ്യാണ് എൻ്റെ നിറം, കാവ്യാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം, കാവ്യയോടൊപ്പം ഞാൻ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് മക്കളെ അവിടെ പോയി സമരം ചെയ്യുന്നത്? മര്യാദയ്ക്ക് വീട്ടിൽ പോ. ജീവനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ജീവിതം കൊണ്ടുപോയി തുലയ്ക്കരുത്. സമരം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഗംഭീര വർത്തമാനങ്ങൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ആ പ്രൊട്ടസ്റ്റിനെതിരെ നമ്മുടെ പേളിമാണി പറഞ്ഞിരുന്നു. അതോടുകൂടിയിട്ട് കേരളത്തിലെ വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, നല്ല നോളജുള്ള ആളുകളൊക്കെ തീരുമാനിച്ചു, ഞങ്ങൾക്ക് വെറും ചിരിയും കളിയുള്ള ആളുകൾ മാത്രം പോരാ, അത്യാവശ്യം ബോധം, വിവരവും രാഷ്ട്രീയ ബോധ്യം കൂടിയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ മതി എന്ന് മലയാളികൾ തീരുമാനിക്കുകയും സഡനായിട്ട് ഇവർക്കെതിരെയുള്ള ക്യാമ്പയിൻ നടക്കുകയും ഇവരെ അൺഫോളോ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പേളിമണി പറയുന്നത്, ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചില്ല, ഞാനിങ്ങനെ എഴുതിയപ്പോൾ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കാരണത്തിലും എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്, പാടില്ല എന്നുള്ളതാണ്. ആ ഒരു വാക്ക് പോലും അവിടെയുള്ള ആളുകളെ ചിന്തിപ്പിക്കുകയോ അവരാ സമരത്തിന് പിൻവാങ്ങുകയോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു. അങ്ങനെ സമരം ചെയ്തുകൊണ്ടാണ് എൻ്റെ പൊന്നു പേളിമണി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെക്കുറിച്ചിട്ട് ഒരു വലിയ സംവിധായകൻ എഴുതിയിട്ടു. ആ സംവിധായകനെ കൂടി അപമാനിക്കുന്ന രീതിയിൽ യു ആർ എ ഫെയിൽഡ് ഡയറക്ടർ എന്നടക്കം എഴുതിയിടാൻ പേളിമാണിക്ക് ഒരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും മലയാളികളെ ചില്ലറയൊന്നുമല്ല പ്രകോപനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, നിങ്ങൾ സമരം നിർത്തിയിട്ട് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞത്, അതിനെ ഇരുന്ന് ന്യായീകരിക്കുക. നമ്മൾ ഒന്നുകൂടി രസകരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചാണകം മെഴുകിയതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ഇരുന്ന് മെഴുകുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും സാധാരണയായിട്ടും നമ്മൾ ഈ സംഖ്യകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കാറുള്ളത്. അങ്ങനത്തെ ഒരു മെഴുകല് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പേളിമാണി നടത്തിയിട്ടുണ്ട്. എന്തായാലും പേളിമാണി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ മഹാത്മജി അടക്കമുള്ള ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് പേളിമാണി നടത്തിയത്. ഒരു സംശയവുമില്ല. അവരെ ഗ്രേവുകളെ അപമാനിക്കുന്ന പരിപാടിയാണ് പേളിമാണി നടത്തിയത്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. ബ്രിട്ടീഷുകാർ തല്ലും, അവർ തല്ലിക്കഴിഞ്ഞ് നമ്മുടെ ദേഹം വേദനിക്കും എന്നൊക്കെ അന്നത്തെ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ അങ്ങനെ ആയിരുന്നു ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ഈ നിമിഷവും അവരെ കാൽക്കീഴിൽ തന്നെയായിരിക്കും. ഇങ്ങനെ ചില ആളുകളൊക്കെ അവരെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഒരു ജനം മുഴുവൻ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയത്. ആ സ്വാതന്ത്ര്യ ലോകത്തിരുന്നിട്ടാണ്, ഈ ജനാധിപത്യ ലോകത്തിരുന്നിട്ടാണ് ഇങ്ങനത്തെ വിടുവായിത്തം പേളിമാണി അടക്കമുള്ള ആളുകൾ, പേളിമാണിമാർ വിളിച്ചു പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രിവിലേജഡ് ആണ് ഇതിനൊക്കെ പ്രശ്നം. ഹൈലി പ്രിവിലേജ് കിട്ടിയ ആളുകളാണ്. ഒരുപക്ഷെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ഗതികേട് പേളിമാണിക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. അത്യാവശ്യം നല്ല വെൽ ബ്രെഡ് പീപ്പിൾ ആയിരിക്കാം, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ തനിക്ക് താഴെയുള്ള ആളുകളെ കൂടി മനസ്സിലാക്കാനും ഉള്ള ഒരു മനസ്സുകൂടി ഇത്തരം ആളുകൾക്ക് അല്പമെങ്കിലും വേണമെന്ന് അപേക്ഷയോടുകൂടി പറയുകയാണ് കേട്ടോ. കാരണം നല്ലതുപോലെ ജീവിച്ചതുകൊണ്ട്, നല്ലതുപോലെ തിന്നാൻ കിട്ടിയതുകൊണ്ട്, നല്ലതുപോലെ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട്, ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടാനോ തിന്നാൻ കിട്ടാനോ ഒരു സ്ട്രഗിൾ പോലും ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ താഴേക്കിടയിൽ ഇതിനൊക്കെ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന
കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സെഗ്രഗേഷൻ നടക്കാൻ പാടില്ലാത്ത നടക്കുന്നതിൻ്റെ പേരിലൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതും അവരെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളായിട്ട് പേളിമാണിയെപ്പോലുള്ള ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു വൻ പരാജയം എന്ന് പറയുന്നത്. കൃത്യമായിട്ടും പേളിമാണിയെ പോലെയുള്ള ഒരു ഹൈ ക്ലാസ് ടീമുണ്ട്. അവർക്ക് താഴെ കിട്ടുന്ന ആളുകളൊക്കെ സമരം ചെയ്യുമ്പോൾ അവർ വെറും നായക്കളായിട്ടോ അവർ വെറും പാറ്റകളായിട്ടോ വെറും പട്ടികളായിട്ടൊക്കെ തോന്നുമെന്നുള്ളത് ഒരു സാധാരണ സംഭവം തന്നെയാണ്. ഇനി ബാക്കി കേൾക്കും. ഇങ്ങനത്തെ ഒരു കാര്യത്തില് അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോബഡി. ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവറി സ്റ്റുഡൻറ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡൻറ്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്, സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്, ഒരാളുടെ ലോകമാണ് ഓരോ. അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. മനസ്സിലല്ലേ? നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിനൊപ്പം മാത്രം അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഗോ ഹോം എന്ന് പറഞ്ഞതിന് നമ്മൾ ആരും കരുതി വെച്ച ഒരു അർത്ഥമല്ല ഉള്ളത്. സത്യം പറയാലോ, നമുക്കൊക്കെ തെറ്റുപറ്റിയതാണ്. പേളിമണി അടക്കമുള്ള ഇത്ര ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ ഓരോന്ന് എഴുതി കൂട്ടുമ്പോൾ ഇത് വായിച്ചിട്ട്, അത് ഇംഗ്ലീഷിലാണ്, അത് വായിച്ചിട്ട് വിവരമുള്ള അവിടുത്തെ ആ പിള്ളേരുകൾ ഒരാളെങ്കിലും ഒരാൾ ശരിയാണല്ലോ, നമ്മുടെ ജീവിതം എന്തിനാ വെറുതെ ഇവിടെ ഹോമിക്കണേ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് തിരിഞ്ഞെങ്കിൽ ആ സമരം പരാജയപ്പെടുമായിരുന്നു. ഈ പ്രതാപ് എന്ന് പറയുന്ന ആ മനുഷ്യൻ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് സംഗതി എത്തില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമരം നടക്കുമ്പോൾ അതിൻ്റെ മൂട്ടി കൊണ്ടുപോയിട്ട് തീയിടുന്ന ഏർപ്പാടാണ് പേളിമാണി നടത്തിയെന്നർത്ഥം. ഇപ്പം ഇരുന്ന് പറയുകയാണ്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നുമല്ലേ ഉദ്ദേശിച്ചത്. ഓരോ കുട്ടികൾക്കും പേരൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസ് ഉണ്ട്. ഇങ്ങനെ പേരൻസും മറ്റൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണ് സമരത്തിന് ഇറങ്ങേണ്ടത്. അങ്ങനെ ഒരു സംഗതിക്ക് സമരത്തിന് ഇറങ്ങി നേടിയെടുക്കേണ്ട അവസ്ഥ വരാത്ത താങ്കളെപ്പോലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ലെന്നേ, ഒരു കാരണവശാലും മനസ്സിലാവില്ല. നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. Nobody to say that. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, യു നോ, ബിക്കോസ് ഞാൻ ഈ വെച്ചാല് കണ്ടില്ലേ? അപ്പൊ ഞാൻ ആരുമല്ല, ശരിയാണ്. രണ്ടാമതായിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച് താരതമ്യം ചെയ്യുക, അത് ഇവരെ നന്നായിട്ട് ഹേർട്ട് ചെയ്തു. ഇവരെ ഈ ഒരു വരി തന്നെ ഇതൊന്നും പറയാത്തന്നെ നമുക്ക് ഹേർട്ടായിട്ടുണ്ട്. ശരി, കേൾക്കാം. ഗ്രേവില് ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായിരുന്നു. അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ അത് ഡിലീറ്റും ചെയ്തു. എന്നുവെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കും. കണ്ടില്ലേ? അത് വളരെ വലിയ തെറ്റാണ്. ഞാനൊരാളെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. ശരിയാണ്. ആ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തിൻ്റെ പുറത്താണ് ഇവരങ്ങനെ വിളിക്കുന്നത്? എന്തിൻ്റെ പുറത്ത്? മമ്മൂട്ടിയെ വെച്ച്, മോഹൻലാലിനെ വെച്ചിട്ടൊക്കെ നമ്പർ 1, ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിലെ ദ ബെസ്റ്റ് ഫിലിംസ് കൊടുത്ത സംവിധായകൻ, മോഹൻലാലിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് ഫിലിംസ് കൊടുത്ത സംവിധായകൻ. ആ ഒരു സംവിധായകനെയാണ് ഫെയിൽഡ് ആയിട്ടുള്ള സംവിധായകൻ, ഫിലിം മേക്കർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എന്ത് ബോധമുണ്ട് എന്ന് ആലോചിച്ചൊക്കെ. ശരി, അദ്ദേഹത്തെ എതിർക്കുകയാണെങ്കിൽ അതിനൊരു ഭാഷയുണ്ടല്ലോ, അല്ലേ? ആ ഭാഷയൊന്നും പരിഗണിക്കാതെ ഒരു നമ്പർ 1 സംവിധായകനെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഫെയിൽഡാന്ന് പറയുമ്പോൾ ഈ പേളിമാണി എന്തൊരു തോൽവിയാണ്, അല്ലേ? ഇവരെന്തൊരു തോൽവിയാണ്. ഇവരെക്കുറിച്ച് മുമ്പ് തന്നെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേറൊരു ആങ്കർ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ആ ആങ്കർക്ക് വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവരെ നെഞ്ചത്ത് കയറി. പേളിമാണി അന്ന് സേഫായിരുന്നു. എന്തോ കാറിലൊപ്പം കയറ്റിയില്ലെന്നോ, നിങ്ങൾ വേറെ കാറിൽ കയറിയാൽ മതി, എൻ്റെ ഒപ്പം കയറണ്ടെന്നോ, അങ്ങനെയൊക്കെ എന്തോ സംതിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ടുകൂടായ്മ ആ പറഞ്ഞ പരിപാടികളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോകുന്ന ഒരാളാണ് ഇവർ എന്ന രീതിയിലാണ് അവർ പറയുന്നത് കേട്ടോ. അവർ പറഞ്ഞതാണ്, നമുക്കതിൽ വലിയ സത്യസന്ധതയാണ് ശരിയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തൊക്കെയായാലും മാപ്പുമായി വന്നിട്ടുണ്ട്. ഇത് പണ്ടേ ഒരു രീതിയാണ്, ഈ കാവ്യക്കാരുടെ പണ്ടത്തെ രീതിയാണ് മാപ്പ് പറയുക എന്ന് പറയുന്നത്. ഈ അടുത്ത്
നമ്മുടെ ഒരു CPM നേതാവിനെതിരെ എന്തൊക്കെയോ വാർത്തകളൊക്കെ പടച്ചുണ്ടാക്കി ജനൻ ചാനലിലെ ഒരു നമ്പ്യാരിപ്പോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാപ്പ് പറയുക, കാല് നക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ഇവിടുത്തെ ഒട്ടുമിക്ക ജനങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു കൊഴിഞ്ഞുപോക്ക്. ആ കൊഴിഞ്ഞുപോക്ക് ജീവിതത്തിൽ അല്ലേ നട്ടലിൽ തട്ടും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു അൺയൂഷ്വൽ വീഡിയോ മാത്രമാണ് പേളിമാണിയുടേതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.